രാവിലെ തന്നെ റെഡിയായി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ മധുര റെയിൽവേ സ്റ്റേഷൻ കമ്പാരിറ്റീവ്ലി നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടെ വന്ന് നിൽക്കുന്നു ഓൾറെഡി. ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ 9:35 നമ്മുടെ ട്രെയിൻ മധുരയിൽ നിന്ന് എടുത്തു. നമ്മൾ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. അറൗണ്ട് 3:30 ട്രിവാൻഡ്രം എത്തും. നല്ല കംഫർട്ടാട്ടോ ട്രെയിനിലെ ഈ ഒരു സീറ്റ്. AC ചെയർക്കാരാണ്. കുറേ ബോഗിയുടെ ഇടയ്ക്ക് ആകെ ഒരൊറ്റ ബോഗിയാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ ബുക്ക് ചെയ്തു. നമുക്ക് ഭാഗ്യവശാൽ കറണ്ട് റിസർവേഷൻ നമുക്ക് കിട്ടി. കംഫർട്ടാണ്, അത്യാവശ്യം ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സീറ്റിനാണെങ്കിൽ വീതിയുണ്ട്. വളരെ കംഫർട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വിൻഡോ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്തൂടെ പുറത്ത് വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് വീഡിയോസൊന്നും എടുക്കുന്നില്ല. നമുക്ക് ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. നാളെ എനിക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് പ്രമാണിച്ച് പോവാണ്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് നമുക്ക് കാണാം. മധുര എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പൂങ്കാ നഗരം എന്നറിയപ്പെടുന്ന മധുര ഒരുപാട് കാര്യങ്ങളുണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോക്കൽ പ്രദേശങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ്. ഈ ഒരു വ്ളോഗിങ്ങിന് വേണ്ടി മാത്രം പോയതല്ല, കുറച്ച് പേഴ്സണൽ പർപ്പസും കൂടിയുണ്ട്. അപ്പം അക്കൂട്ടത്തിൽ ആ സ്ഥലങ്ങളൊക്കെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു വിചാരിച്ചു. ശരിക്കും നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അകംഭാഗത്തേക്ക് ക്യാമറ കയറ്റുന്നില്ല. അത് വലിയൊരു തീരാ നഷ്ടമാണ്. കാരണം അത്രത്തോളം കാണാനുണ്ട്. അതിൻ്റെ പല ഭാഗങ്ങളും അടച്ച് വെച്ചിരിക്കുക. ഓക്സിജൻ അവൈലബിലിറ്റി കുറവാണെന്നാണ് പറയുന്നത്. ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ് നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിള്. സോ ആ ഒരു ഡിവൈൻ നഗരത്തിൽ നിന്നും അടുത്തൊരു ഡിവൈൻ നഗരം, നമ്മുടെ സ്വന്തം പത്മനാഭൻ, ദ റിച്ചസ്റ്റ് ഗോഡ് ഇൻ ദ വേൾഡ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമുക്കെന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യാം. വണ്ടർഫുൾ ഡേ യു ആൾ. വിൻഡോയുടെ ഗ്ലാസ്സൊക്കെ കുറച്ച് പഴയതാണ്, അതുകൊണ്ട് മങ്ങിയൊക്കെയാണ് പുറത്തെ കാഴ്ചകൾ കാണുന്നത്. ഈ ഒരു ക്ലാരിറ്റിയേ ഉള്ളൂ. ഡ്രൈ ലാൻഡ് ആട്ടോ ഇതൊക്കെ. മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ചെറിയ കാടുകളൊക്കെ, കുറ്റിക്കാടൊക്കെ വളർന്നിട്ടുണ്ട്. ക്ലാരിറ്റി കുറവാണ്, അതാണ് ഞാൻ പിന്നെ കൂടുതലും ഇങ്ങനൊരു വീഡിയോസ് എടുക്കാതെ. ട്രെയിനിൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇരുന്നിട്ട് പോലും എൻ്റെ കാല് ഇതാ ഇവിടെ ടച്ച് ചെയ്യണമെങ്കിൽ അത്രയും നീട്ടി വെക്കണം, അത്രയും ലെഗ് സ്പേസ് ഉണ്ട്. ഒരു 6 അടിയുള്ള ആൾക്ക് കൂളായിട്ടിരിക്കാം, അതുപോലെ നെഞ്ഞ് വിരിച്ചിരിക്കാം. സീറ്റാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്, അതുപോലെ പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പഴയ ബോഗിയാണെങ്കിൽ കൂടെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC ക്വാളിറ്റിയൊക്കെ കൊള്ളാം. സൗണ്ടോ ജെർക്കിങ്ങോ ഒന്നുമില്ല. സസ്പെൻഷനൊക്കെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രെയിനാണ്. സോ വെരി കംഫർട്ടബിൾ. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ പത്മനാഭൻ്റെ മണ്ണിൽ ലാൻഡ് ചെയ്യുകയായി. ചായയും വടയൊക്കെ വരുന്നുണ്ട്. യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനെ ചൂട് വടയും ചായയും ഒരു പൊളി ഫീലാട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടയൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റൊമക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് കുറച്ച് നേരമായിരുന്നു, അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഒരു ചായ കുടിച്ചു, ദാറ്റ്സ് ഓൾ. ഞാൻ പതുക്കെ നമ്മുടെ ക്യാബിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെയുള്ള സ്പേസൊക്കെ വളരെ ഭംഗിയാക്കിയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കംഫർട്ടബിളായിട്ട് പുറത്ത് ഇങ്ങനെയാണ് കാഴ്ചകൾ. കണ്ടില്ലേ, ഭയങ്കര ഡ്രൈ ലാൻഡാണ്. ചൂടെന്ന് പറഞ്ഞാൽ അകത്തേക്ക് ഏതോ ഇതെന്നൊക്കെ ചൂളേന്നൊക്കെ ഫർണസിനൊക്കെ അടിക്കില്ലേ, അമ്മമാര് ചൂടാവുന്നത്. വെറും ഡ്രൈ ലാൻഡാണ്, മരുഭൂമി അല്ലാന്നേ ഉള്ളൂ. എങ്ങനെയാണ് ആളുകൾ ഇവിടെയൊക്കെ ജീവിക്കുക, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ബാത്റൂമൊക്കെ എന്താണ് അവസ്ഥ നോക്കാം. ഇതാട്ടോ ക്ലീൻ ആക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീനാണ്, പക്ഷെ പഴയതാന്നേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ
കണ്ണാടി മിറർ അടിപൊളിയായിരിക്കും. എനിവേ ഗുഡ്. ഇനി മാറേണ്ടിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നല്ല ലെവലിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. വന്ദേ ഭാരതൊക്കെ വന്നില്ലേ, ഒരു ഫ്ലൈറ്റിൻ്റെ ഫെസിലിറ്റിയാണ് വന്ദേ ഭാരതിലൊക്കെ ഉള്ളത്. ഇനിയും ഉയരട്ടെ ഇന്ത്യൻ ട്രെയിനുകൾ. അത്യാവശ്യം വേഗതയിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന ട്രെയിന് എവിടെയോ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് പുറത്ത് വന്നതാണ്. തലയ്ക്ക് അടി കിട്ടിയ പോലെ പോയി. അത്രയ്ക്ക് ചൂടാട്ടോ, നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂട്. അത് വെറും വെയിൽ മാത്രമല്ല, ഉഷ്ണക്കാറ്റിങ്ങനെ അടിച്ച് കയറുകയാണ്. നമ്മുടെ ഫേസൊക്കെ വിണ്ട് കയറുന്ന, അല്ലെങ്കിൽ ഒരു ഫർണസിലൊക്കെ നമ്മൾ തലയിട്ടാൽ എങ്ങനെയുണ്ടാവും, ഒരു ഓവനിലൊക്കെ തലയിട്ടാൽ എങ്ങനെയുണ്ടാവും, അങ്ങനത്തെ ഒരു ഫീല്. ഏതാ റെയിൽവേ സ്റ്റേഷൻ ബോർഡ് കാണുന്നില്ല, പക്ഷേ അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റേഷനായി മാറും ഫ്യൂച്ചറിലിത്. കാരണം 2 പ്ലാറ്റ്ഫോമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൻ്റെ ഡോറിലൂടെ ഞാനങ്ങ് കുറച്ചങ്ങ് ദൂരേക്ക് നോക്കിയപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് മധുരയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് വിൻഡ് ടർബോ നമ്മൾ കണ്ടിരുന്നു. അത് ഒരുപാട് കാണുന്നുണ്ട് ലോങ് ആയിട്ട്. ഓഫ്, അത് ഒന്നൊന്നുമല്ല കേട്ടോ, ഇഷ്ടം പോലെ 100 കണക്കിന്. ഒരു പക്ഷേ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കൂടുതൽ വിൻഡ് ടർബോസ് കാണാൻ സാധിക്കും. ഇതേതാണ് സ്റ്റേഷൻ എന്ന് യാതൊരു വിധ പിടുത്തവുമില്ല. ഇതാ ബോർഡ് ഉണ്ടല്ലോ, വാഞ്ചി മണി ചാച്ചി. മൈ ഗുഡ്നസ്, അതെങ്ങനെയാണ് വായിക്കാമെന്ന് എനിക്ക് എൻ്റെ പിടുത്തമില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. മിക്കവാറും ടിപ്പിക്കൽ തമിഴിലുള്ള ഒരു പേരായിരിക്കണം, അതുകൊണ്ടായിരിക്കണം. വാഞ്ചി മണിയ ചാച്ചി, ഓക്കെ, വാട്ട് എവർ. ഇതാ ഈ കാണുന്നതാണ് വിൻഡ് ടർബോസ്. ഒരു പക്ഷേ നാഗർകോവിലൊക്കെ അടുക്കാനായി തോന്നുന്നു. കാരണം തിരുനെൽവേലി, നാഗർകോവിൽ സൈഡിലൊക്കെയാണ് ഈ വിൻഡ് ടർബോ ഏറ്റവും കൂടുതലായിട്ട് ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടത്തെ ഒരു മെയിൻ ബിസിനസ്സാണ് ഈ വിൻഡ് ടർബോ കേട്ടോ. കാരണം ഇത് കറങ്ങി ഉണ്ടാകുന്ന ആ കാറ്റ് അത് കൺവേർട്ട് ചെയ്ത് അത് ഊർജ്ജമായി കറണ്ടായിട്ടത് സംഭരിച്ച് അവർ ഗവൺമെൻറ്റിലേക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ പ്രൈവറ്റായിട്ടും എടുക്കുന്നുണ്ട്. അതിൽ നിന്നും അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു ബിസിനസ്സാണ് ഇവിടെ. നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ തരിശു ഭൂമിയിൽ വേറെന്താ ചെയ്യാൻ പറ്റുക, അല്ലേ? കപ്പ കൃഷി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റ് വാഴ കൃഷി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കൃഷി അവർ വളരെ ഭംഗിയായി ചെയ്തു. കിട്ടുന്ന ആ ഒരു റിസോഴ്സസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് കാണിച്ചു തരുന്നതാണിത്. ഇത്ര ചൂടായ കാലാവസ്ഥയിലും ഇത്ര ഡ്രൈ ആയ ലാൻഡിലും ഒക്കെ എങ്ങനെയാണ് അവർക്ക് കൊമേഴ്ഷ്യലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന വിൻഡ് ടർബോസ്. ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തിരുനെൽവേലി എത്തിയേ. തിരുനെൽവേലി അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. തിരുനെൽവേലി എന്താ ഫേമസ് എന്നറിയോ? തിരുനെൽവേലി ഫേമസ് ഫോർ ഹലുവ. തിരുനെൽവേലി ഹലുവ. സർപ്രൈസ് ആൻസർ. ഇതാണ് സർപ്രൈസ്. ഈ കവറിലിരിക്കുന്നത് തിരുനെൽവേലി ഹലുവയാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്നത് തിരുനെൽവേലി ഹലുവ. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ഹോട്ടാണ്. എനിക്കൊന്ന് ഇവരിപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നാ തോന്നുന്നു. ഇത് തണുക്കുമ്പോഴേ നമ്മുടെ ഹലുവ പോലെ ആവുള്ളൂ കേട്ടോ. ഇത് ഫുള്ള് ഏകദേശം ഗ്രേവി പോലെ ഇരിക്കുന്നത്. 2 വാങ്ങിച്ചു. എന്താ തമിഴിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല. വീറ്റ് ഹലുവയാണ്. തിരാവാരണി റിവർ വാട്ടർ, ആ റിവറിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് തോന്നുന്നു. അപ്പോൾ സായി സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ദൈവത്തിനറിയാം ഇതൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. എന്തായാലും തിരുനെൽവേലി ഹലുവ ഫേമസ് ആണ്. നമ്മളിപ്പോൾ എന്തായാലും 2 വാങ്ങിച്ചു വീട്ടിലേക്ക്. ഇപ്പം കഴിക്കാൻ പറ്റില്ല, ചൂടാറിയിട്ട് തിന്നാൻ പറ്റത്തുള്ളൂ. അപ്പം തിരുനെൽവേലി വഴി പോകുമ്പോൾ മറക്കണ്ട, ഈ ഹലുവയും കൂടെ ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പം അല്ല, തീർച്ചയായിട്ടും. വലിയ സ്റ്റേഷൻ കേട്ടോ, അത്യാവശ്യം വലുപ്പമുണ്ട്. 3-4 ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ കാനയിലൊക്കെ അയ്യോ വൃത്തിയിട്ട വെള്ളം തന്നെയാണ്. ഇതൊന്നും നന്നായിട്ടില്ല. ഇവിടെ നിന്ന് ട്രെയിനിന് ലീക്ക് ഉണ്ടല്ലോ സാധനങ്ങൾ. കൊള്ളാം. നമ്മുടെ ട്രെയിൻ എടുത്തു. പുറത്ത് അധികം നേരം നിൽക്കാൻ വയ്യ, ഭയങ്കര ചൂടാണ്. കണ്ടോ, നമ്മളപ്പോൾ ടുവേർഡ്സ് ട്രിവാൻഡ്രം പോയിക്കൊണ്ടിരിക്കുന്നു. നൗ വി ആർ ഓൺ ദ പോയിൻറ്റ് തിരുനെൽവേലി. ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം, അത്യാവശ്യം വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്.
കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ എവിടെയെങ്കിലും ഫുഡ് കിട്ടുകയാണ് വാങ്ങാം. ട്രെയിനിനകത്ത് തന്നെ വാങ്ങണം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. അല്ലെങ്കിൽ അലുവ തണുത്തിട്ട് അലുവ കഴിക്കാം. ഇതോ നമ്മുടെ ബോർഡ് ഇരിക്കുന്നു. അങ്ങനെ തിരുനെൽവേലിയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോകുന്നു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ബൈ ബൈ തിരുനെൽവേലി. ഇവിടെ റെയിൽവേയുടെ പുതിയൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് റെയിൽ മാഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ ഇൻ വൺ, എല്ലാം ഒറ്റ നമ്പറിൽ കിട്ടും. 139 എന്ന് പറഞ്ഞ നമ്പർ ഡയൽ ചെയ്തെല്ലാം കിട്ടും. അതിൽ പറയുന്നത് സെക്യൂരിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്, മെഡിക്കൽ എമർജൻസി, ക്ലീനിങ് ഓഫ് കോച്ചസ്, വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ, കാറ്ററിംഗ് കംപ്ലൈൻറ്റ്, PNS സ്റ്റാറ്റസ്, ട്രെയിൻ റണ്ണിംഗ് സ്റ്റാറ്റസ് എക്സെട്ര, ആക്സിഡൻറ്റ് ഇൻഫർമേഷൻ, ഓൺ ബോർഡ് കംപ്ലൈൻറ്റ്, വി കെയർ ഫോർ യു എന്നാണ് ഈ പറയുന്നത്. ഓൾ ഇൻ വൺ നമ്പർ 139 ആണ്. ഇനി ഇതൊക്കെ കിട്ടുമെന്നുള്ളത് വിളിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. വെറുതെ വിളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് റിമൈൻഡ് ചെയ്തിടുക. 139 എന്ന് പറയുന്ന നമ്പർ പുതിയ നമ്പറാണ്. ആ സ്റ്റിക്കർ പുതിയതാണ്. സോ റിയാസ് ഖാൻ പറഞ്ഞ പോലെ കയറി വാടാ. നോക്കിയേ, അത്യാവശ്യം വലുപ്പമുള്ള ട്രെയിൻ നമ്മുടെ വളഞ്ഞ് പോവാണ്. ട്രെയിൻ വളയുന്നത് കണ്ടിട്ടുണ്ടോ? ഇതെങ്ങനെയാട്ടോ ട്രെയിൻ വളയുന്നത്? അപ്പോൾ എല്ലാവർക്കും ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ട്രെയിൻ വളയില്ല എന്ന്. ട്രെയിൻ ഫ്ലെക്സിബിളാണ്, വളയും. പെട്ടെന്നൊരു യൂട്ടേൺ എടുത്ത് പോകാൻ പറ്റില്ല എന്നുള്ളൂ. അയ്യോ, എൻ്റെ കൈ ഇങ്ങനെ പൊള്ളുകയാണ്. അമ്മാരി വെയിലവിടെ. ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണോ ദൈവമേ ജീവിക്കുന്നത്, ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മുടെ പുറകിലുള്ള ബോഗി വളഞ്ഞു വരികയാണ്. ആഹാ, വന്നല്ലോ വനമാല. അങ്ങനെ പുതിയൊരു ഐറ്റം നമ്മുടെ ട്രെയിനിലേക്ക് വന്നിട്ടുണ്ട്, മാൽഗോവ. ഇതും ഇവിടുത്തെ ലോക്കലി ഉണ്ടാക്കുന്ന ഒരു പേടയാട്ടോ. ഒരുപാട് സാധനമുണ്ട്. ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടോ. ട്രെയിനിൽ ഇങ്ങനെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം. ഞാൻ നേരത്തെ വാങ്ങിച്ച തിരുനെൽവേലി അലുവ പോലത്തെ മിൽക്ക് ഖോവ എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ പേടയില്ലേ, അതാണ്. ഇത് ഫ്രഷാണെന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ സ്വദേശിയായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് ഇവരുടെ നാട്ടിൽ തന്നെ. സംഭവം നൈസ് പാക്കിംഗ് ആട്ടോ. ടോൾ ഫ്രീ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. ഇത് 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന 60 50 വാങ്ങിച്ചുള്ളൂ. മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ ഉണ്ട്. 100 ഗ്രാം ഉണ്ടത്. ഫസായി സർട്ടിഫൈഡ് ആണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. പേട തന്നെയാണ് കേട്ടോ ഐറ്റം. അത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പേട പോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടില്ല, ലൂസാണ്. എനിക്ക് തോന്നുന്നത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടാണ്. തണുത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു കട്ടയായിട്ട് നിൽക്കുമായിരിക്കും. ഇതിപ്പം ശരിക്കും കുറച്ച് വെള്ളം പോലെയാണ് ഉള്ളത്. പാൽഗോവ കേട്ടോ. പേട തന്നെ. പേട ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല കട്ടിയായിട്ട് ഫ്രീസ് ചെയ്ത് കട്ടിയായിട്ടുണ്ടാവും. ഇത് ഒരു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് കിട്ടും. ആ ഫ്രഷ്നെസ് ശരിക്കും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. അടിപൊളിയായിട്ടും. 50 രൂപയുള്ളൂ 100 ഗ്രാമിന്. കിടലിനാണ്. അപ്പോൾ ഈ വഴിക്ക് ട്രാവൽ ചെയ്യുമ്പം നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഒരുപാട് സാധനം ഉണ്ട് അതിനകത്ത്. എള്ളുമുട്ടായി ഉണ്ട്, കടലമുട്ടായി ഉണ്ട്. കടലമുട്ടായൊക്കെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഐറ്റമാണ്. ഒന്ന് ട്രൈ ചെയ്യണം. നൈസ്. മൈ ഗുഡ്നസ്, ഈ ഭാഗത്ത് ഒരുപാട് വിൻഡ് ടർബൈൻസ് ഉണ്ട്. തമിഴ്നാട്ടിലെ വിൻഡ് ടർബൈൻസ് വ്യത്യസ്തമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കും ശക്തമായ കാറ്റിനും അനുയോജ്യമായ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. വിശാലമായ കാടുകൾ, മലനിരകൾ, തീരദേശ മേഖലകൾ, അവരുടെ ഒരു ആശ്രയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ വിൻഡ് ടർബൈനുകളുണ്ടല്ലോ, ഈ പ്രദേശത്തിൻ്റെ കാറ്റിൽ നിന്നും, ഇവിടെ കിട്ടുന്ന ആ ശക്തമായ കാറ്റിൽ നിന്നും ഊർജം ശേഖരിക്കുകയും ആ കാറ്റിൻ്റെ സഹായത്തോടു കൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള ടർബൈൻ ആട്ടോ. ഈ മോഡേൺ ആയിട്ടുള്ള ഉയർന്ന ഗുണമേന്മയുള്ള ഈ വിൻഡ് ടർബൈനുകൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ബ്ലേഡ്, ആ ഒരു വിൻഡ് ബ്ലാഡുകൾ, ആ തട്ടുകൾ, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ടർബൈനുകൾ, ഈ പുതിയ ന്യൂ ടർബൈൻ കാറ്റിൻ്റെ ശക്തിയും ദിശയും ഒക്കെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ ടർബൈനെ പോലെ തിരിച്ചു വെക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷനോ ഇല്ല.
ഈ എ സിയിലിരുന്നുകൊണ്ടേ പുറത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ആ ലോങ്ങിൽ കാണുമ്പോൾ ആ പാറക്കൂട്ടങ്ങളും അതിനിടയ്ക്ക് വളർന്ന് നിൽക്കുന്ന മരങ്ങളും അതിൻ്റെ പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഒന്ന് പുറത്തിറങ്ങി തലയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊള്ളുന്ന വെയിലാണ്. ആ ലോങ്ങിൽ ടർബൈൻ അഗൈൻ നമുക്ക് കാണാം. പിന്നെ കാണുന്നത് കുറേ മലനിരകളാണ്. അത് നമ്മുടെ നാട്ടിലെ പോലത്തെ മലകളല്ല. ഈ ചെതറിക്കിടക്കുന്ന പാറകൾ കൂട്ടിയിട്ടിരിക്കുന്ന പോലത്തെ മലകളാണ്. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മഴ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങകലെ ആ ഒരു പാറയുടെ മുകളിലായിട്ട് വലിയൊരു റോക്കിൻ്റെ മുകളിലായിട്ടൊരു സ്തൂപം, യേശുക്രിസ്തുവിൻ്റെ ഒരു സ്തൂപമുണ്ട്. അത് ഞാൻ സൂം ചെയ്തെടുത്താൽ നോക്കിക്കേ. അത് ഇത്ര ദൂരത്തു നിന്നാണ് അത് പൊട്ടുപോലെ കാണുന്നുള്ളൂ. പോകുന്തോറും മലകളാട്ടോ. ഡേ ടൈമിൽ യാത്ര ചെയ്താൽ ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സായി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് പോവാം. ഒരു ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടും ആസ്വദിച്ചും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് പല വൈവിധ്യപരമായിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ, ഒരുപാട് കൾച്ചറിലുള്ള ആളുകൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ജിയോഗ്രഫിക്കൽ കണ്ടീഷനിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു വലിയൊരു സംഭവമാണ് ട്രെയിൻ യാത്ര. അതുപോലെ എനിക്ക് ഈ ഒരു ട്രെയിനിൽ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ പുറകിൽ മലനിരകളൊക്കെ കാണാം. അതിൻ്റെ വിഷ്വൽസ് തന്നെയാണ് കൂടുതലുള്ളത്. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കുറച്ച് ഇങ്ങനെ ഒറ്റയടിക്ക് വയറുണ്ടാക്കി ചെറുതായി എന്തെങ്കിലുമൊക്കെ കഴിച്ചത് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേറൊരു ഫീലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലെപ്പോഴെങ്കിലൊക്കെ ഒരു റിഫ്രഷ്മെൻറ്റ് വേണമെന്ന് തോന്നുമ്പോൾ ഒരു ലോങ് ജേർണി ട്രെയിനിലൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യും. അതൊരു രസമുള്ള സംഭവമാണ്. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന സ്റ്റേഷൻ നാഗർകോവിലാണ് തോന്നുന്നു. നാഗർകോവിൽ എത്താനായി. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങണം. സാധ്യ വെയിലാട്ടോ പുറത്ത്. പിന്നെ എ സിന്ന് പുറത്തിറങ്ങിയ കാറ്റും കൂടെ അടിച്ചപ്പോൾ ഒന്നും പറയണ്ട. എന്നാൽ പോലും ഈ കാഴ്ചകൾ നമ്മളെ ഒരിക്കലും മടുപ്പിക്കുന്നില്ല. ആ യാത്രയുടെ ഹരം അങ്ങനെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോവുക. സോ നൈസ്. നോക്കിയാൽ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞിട്ട് പോലും, ഞാൻ പറഞ്ഞില്ല തൊട്ടപ്പുറത്ത് ഡ്രൈ ലാൻഡാണ്. ആ വെള്ളം ഇല്ലാത്ത ഒരു ഏരിയയിലാണെങ്കിൽ പോലും അവർ ഉഴുത് മറിച്ച് വെള്ളം ഇല്ലാത്തടത്ത് നിന്ന് എത്തിച്ച് നല്ല പച്ചപ്പ് റെഡിയാക്കിയിരിക്കുന്നു. നമ്മളെ കേരളത്തിലെ കോട്ടയം കുട്ടനാടൊക്കെ കാണുന്ന പോലെ തന്നെ നെല്ല് വിത്ത് പാകി മുളച്ച് വന്നിട്ടുണ്ട്. നോക്കില്ലേ, അധ്വാനിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ആ കാണുന്നത് ഒരു റോഡാണ്, ഹൈവേ ആണത്. നമ്മളിപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. ഹൈവേ റോഡ് വരികയാണെങ്കിൽ ത്രൂ ഇതിലേ ആയിരിക്കും നമ്മൾ മധുരൈ, തിരുനെൽവേലി, ട്രിവാൻഡ്രത്തേക്ക് പോവാം. പാടത്ത് ആളുകളൊക്കെ പണിയെടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു വെയിലത്താണ് അവർ ഈ പണിയെടുക്കുന്നത് കേട്ടോ. ഇവിടെ വ്യവസായം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കൃഷി എന്നൊക്കെ പറയുന്നത് അത്രയും മര്യാദ കൊടുക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ വ്യവസായി എന്നൊക്കെ പറയുന്നത്. വളരെ മര്യാദ കൊടുക്കുന്നൊരു സെറ്റപ്പാണ്. കണ്ടോ, ഇവിടെ ഫുള്ള് കൃഷിയാണ് ഈ ഏരിയ മൊത്തം. അതുപോലെ തന്നെ വാഴയുണ്ട്, അതിനിടയ്ക്ക് തെങ്ങുണ്ട്, മാവുണ്ട്. അയ്യോ, ഇത് ഫുള്ള് ആമ്പൽപ്പൂ വിരിഞ്ഞിരിക്കുന്നു. ആമ്പലാണോ താമരയാണോ എന്നറിയില്ല. അത് ലോങ് ആയതുകൊണ്ട് ഫുള്ള് പൂവാട്ടോ. അടിപൊളി. ഈ ഏരിയ മൊത്തം തെങ്ങാണ്. തെങ്ങ്. നമ്മൾ പറയില്ലേ കേരളം എന്ന പേര് വന്നത് കേരവൃക്ഷങ്ങളുടെ നാടായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം കേരളം എന്ന് പറഞ്ഞ പേര് കേരളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ കേരവൃക്ഷങ്ങളുള്ളത് എവിടെയാണ്? ഇതിനകത്ത് ഇവരെ താമര നട്ടിട്ടുണ്ട് കേട്ടോ. ആമ്പലല്ല, താമരയത്. ഇവിടുത്തെ അമ്പലത്തിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് താമര കൊണ്ടുള്ള പൂജ. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അവരുടെ തന്നെ ആയിരിക്കണം ഈ തോട്ടവും കാര്യങ്ങളൊക്കെ. ഡ്രൈ ലാൻഡ് കേട്ടോ ശരിക്കും. അവിടെ ഇവിടെയും കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇവർ ഇങ്ങനെ പച്ചപ്പാക്കി എടുക്കുന്നത്. സോ ഗ്രേറ്റ് ഓഫ് യു പീപ്പിൾ. തെങ്ങ് നോക്കിയേ, അടിപൊളി. അയ്യോ, ഇവിടെ ഒരു പുഴ പോലെ, ഒരു തടാകം പോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് ഫുള്ള് ആമ്പല മൊട്ടിട്ട് നിൽക്കുക. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചക്കുള്ളിൽ അത് വിരിഞ്ഞ്, ആമ്പലല്ല താമര കേട്ടോ, താമര മൊട്ട് വിരിഞ്ഞ് താമര വരും. അയ്യോ, ഒരുപാടുണ്ട് ഇവിടെ. പിന്നെയും
നെൽകൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നു കേട്ടോ. ഇത് ഇവർ വെള്ളം പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെയും കുറേ വീടുകൾ, അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ജേണിയാണ് ഓരോ ട്രെയിൻ യാത്രയും. അത് കറക്റ്റ് ബുക്ക് ചെയ്ത് കംഫർട്ടായിട്ട് ആ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി കാഴ്ചയും ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. പോകണം കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നമ്മൾ ഈ പല ആളുകൾക്കും വർക്ക് പ്രഷർ കാരണം ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്നൊരവസ്ഥയുണ്ടല്ല. എന്നൊക്കെ ഒരു മോചനം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള യാത്രകൾ ചെയ്യണം. അതെനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിനേക്കാളും കംഫർട്ട് നമ്മൾ ട്രെയിനിൽ പോകുന്നതാണ്. ഇതുപോലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് പോവാം. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, ഭക്ഷണപ്രിയരാണെങ്കിൽ ഒന്നും പറയണ്ട. പിന്നെ വെറൈറ്റി സാധനം ഓരോ ടൈമിൽ. രാവിലെ ചായ വരും, ദോശ കാര്യങ്ങൾ വരും, ഉച്ചയ്ക്ക് ബിരിയാണി കാര്യങ്ങൾ വരും. ഇല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ ആ യാത്രയെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. വൈകുന്നേരം ആകുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള സമൂസ കാര്യങ്ങൾ വരും. അടിപൊളിയായിട്ടോ. ഒന്ന് ട്രാവൽ ചെയ്യാൻ തോന്നില്ല, ഒന്ന് പ്ലാൻ ചെയ്തോ. ഈ കാണുന്ന ഏരിയ മൊത്തം വെള്ളം സംഭരിച്ച് വെച്ചിട്ട് അതിനകത്ത് താമര പൊട്ടിട്ടേക്കും കേട്ടോ. വെള്ളമൊക്കെ വളരെ ഭംഗിയായിട്ട് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടാണ്ട് ഇവർ പരമാവധി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോഴൊക്കെ വന്നടിയുന്ന വെള്ളം കേട്ടോ. വൈകി ഇത് ആ കാണുന്ന ഫുള്ള് താമരയാണ്. വെള്ളം കണ്ടോ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പ്ലാസ്റ്റിക്കോ ഇതോ ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ കേരളത്തിലെ ആളുകളാണ് വെള്ളത്തിന് യാതൊരുവിധ വിലയും കൊടുക്കാത്തത്. ഇവർക്ക് സ്വർണത്തിനേക്കാളും വാല്യൂ ആണ് വെള്ളം എന്ന് പറയുന്നത്. പറഞ്ഞു കേട്ടിട്ടില്ല, ഇനി അടുത്തൊരു ലോകമഹായുധം വരികയാണെങ്കിൽ അത് ഗോൾഡിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ വേണ്ടി ആയിരിക്കില്ല, അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കാഴ്ചയാണ്. വെള്ളമെന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റാണ്. ആഹാരമില്ലാതെ 2 ദിവസമൊക്കെ ഇരിക്കാം, പക്ഷെ വെള്ളമില്ലാണ്ട് നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും? സോ നമ്മളെപ്പോഴും കീപ്പപ്പ് ചെയ്യുക, വെള്ളത്തിൻ്റെ ഒരു ലഭ്യത നമ്മൾ മനസ്സിലാക്കുക. പണ്ട് പറയും കേരളത്തിലെ കുപ്പിവെള്ളം ബോട്ടിലാക്കി വിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിക്കുകയായിരുന്നു. അതുപോലെ വെള്ളം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും കുടിക്കാനുള്ള വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചു. ഇന്നെന്താ അവസ്ഥ? നമ്മൾ 20 രൂപ 15 രൂപ ബോട്ടിൽ വെള്ളം വാങ്ങുകയാണ്. 20 രൂപയാണ് ഒരു ബോട്ടിൽ വെള്ളത്തിന്. ചിന്തിച്ച് ചോദിക്കുക, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചു പോലുമില്ല കേട്ടോ. പറയുമ്പോൾ ചിരിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നി ഈ വരുന്ന വഴിക്ക് ഒരു 5 കുപ്പിയോളം വെള്ളം ഞാനിപ്പോൾ തന്നെ കുടിച്ചിട്ടുണ്ട്. അതാണ് വെള്ളത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരും. അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി സത്യസന്ധമായിട്ട് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. വൃത്തിയായിട്ടും ഭംഗിയായിട്ടും വളരെ എഫക്റ്റീവായിട്ടും നമ്മൾ യൂസ് ചെയ്യുക. അത്ര തന്നെ. കാഴ്ചകൾ കണ്ടും കഥകൾ പറഞ്ഞും നമ്മളിതാ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ്. ഓസം ലൈവ്.